ഹായ് നന്ദൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നതാ നമ്മള് കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. എനിക്ക് തോന്നുന്നത് 4 ദിവസമായി. മുന്നേ 4 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായി. പക്ഷെ അതിന് മുന്നേ ഒരു ആഴ്ച ശേഷമാണ് നമ്മൾ ഒരു വീഡിയോ ഇട്ടത്. അപ്പൊ സത്യം പറഞ്ഞ കണ്ടിന്യൂസ് വീഡിയോസ് പോയിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ച ഉണ്ടാവും അല്ലേ? 2 ആഴ്ച ഉണ്ടാവും. കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അസുഖങ്ങളൊക്കെ മാറി വന്നായിരുന്നു. പിന്നെ ഒരു അസുഖം പനിയൊക്കെ വന്ന് പിടിച്ചിട്ടാണ്. നമ്മൾ മൂന്നാറ് പോയ വീഡിയോ ഉണ്ടായില്ലേ? മൂന്നാറിൽ പോയപ്പോൾ തണവൊക്കെ അടിച്ച് എൻ്റെ സൗണ്ടൊക്കെ പോയി ആകെ അലമ്പായിട്ടിരിക്കുകയാണ് കേട്ടോ. ഏട്ടന് പ്രശ്നമൊന്നുമില്ല, എനിക്ക് പക്ഷെ മൂന്നാർ പോകാണ്ട് മുന്നേ ഒരു ചെറിയ തൊണ്ടവേനൊക്കെ ഉണ്ടായി. അത് മാത്രം ചെവിക്ക് എന്തോ ചെവിയിൽ എന്തോ ഇങ്ങനെ വന്ന് മൂളണ പോലത്തെ ബുദ്ധിമുട്ട്. ഞാൻ ആരെ കുഞ്ഞെ ചേട്ടിൽ പിടിക്കണ പോലെ തോന്നുന്നു എനിക്ക്. ഏട്ടാ ചെവി അടഞ്ഞിട്ട് ഇങ്ങനെ മൂളിച്ച് കേൾക്കുമ്പോ നമുക്ക് അതേപോലെ തോന്നുന്നതാണ് കേട്ടാ. സത്യം പറഞ്ഞ പകുതിയൊക്കെ കേൾക്കാലോ, ചെവി ഫുള്ളായിട്ടോ തുറന്നിട്ടില്ല. അപ്പൊ വീഡിയോ ഇടാത്തതിന്റെ കാരണം വേറെ ഒന്നുമില്ല, നമ്മള് ഭയങ്കര തിരക്കായിരുന്നു. 1-1.5 ആഴ്ചയായിട്ട് നമ്മൾ വീട്ടിലിരുന്നിട്ടില്ല. രാവിലെ എനിക്കുന്നു, പോകുന്നു, രാത്രി 8 മണി 9 മണിയാകുമ്പോൾ വരുന്നു. അതിൻ്റെ ഇടയിൽ അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കോ ഒന്നും പറ്റിയിരുന്നില്ല കേട്ടോ. ഭയങ്കര തിരക്കും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, ബുദ്ധിമുട്ടുകളായിരുന്നു. പ്രശ്നങ്ങളെല്ലാം തിരക്കും ഞാൻ ഉദ്ദേശിച്ച് പോയി വരണേണ്ട ബുദ്ധിമുട്ടാണ്. അങ്ങനെയല്ല ഉദ്ദേശിച്ച പോയി വരിക, ക്ഷീണം, റെസ്റ്റ് ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളൊന്നും ഉദ്ദേശിച്ച ഒട്ടും റെസ്റ്റ് ഉണ്ടായില്ല. സത്യം പറഞ്ഞ കട്ടില് കാണുമ്പോഴേക്കും ഞാൻ ചത്ത ശവമാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് കേട്ടോ. അപ്പൊ അതെന്തായാലും അടുത്ത വീഡിയോയിലായിരിക്കും മിക്കവാറും. എന്തായിരുന്നു ഇത്രയും ദിവസത്തെ ഓട്ടവും കാര്യങ്ങളെന്നൊക്കെ നമ്മൾ പറയാ. നമുക്ക് ഭയങ്കര ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. എന്തായാലും പറയാം അല്ലേ? അത് അടുത്ത വീഡിയോയിലായിട്ട് പറയാം. അതാണ് അതിൻ്റെ ഇത്. നമുക്ക് ഇപ്പൊ കമന്റിന്റെ കുറച്ച് റിയാക്ഷൻസും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാം അല്ലേ? അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടിട്ട് തന്നെ ഒരാഴ്ചയായി. അപ്പൊ വീഡിയോ ഇടാൻ പിന്നെ അതിന് ശേഷം ഇരിക്കാനൊരു സമയം കിട്ടാത്തോണ്ടാണ് എടുക്കഴിഞ്ഞത്. തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇടയ്ക്ക് ഇതുണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ പരമാവധി പിടിച്ചിട്ടുണ്ട്, കുറെ നേരം പിടിക്കാൻ പറ്റില്ല. അപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആയല്ലോ, ഇനി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ, രണ്ടുപേരും നല്ല ക്യൂട്ടാണ് കാണാൻ. താങ്ക് യു. ക്യൂട്ടാന്ന് പറഞ്ഞിട്ട് താങ്ക് യു. പ്രശ്നങ്ങളൊക്കെ മാറി സമാധാനായി ഇരിക്കുന്നു. അതെ അവിടെ തുടങ്ങി ഈ പറഞ്ഞ പോലെ നല്ല അല്ലെ, നല്ലൊരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങള്. നല്ല ഹാപ്പി ആയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പോണത്, പ്രശ്നങ്ങളൊന്നുമില്ലാതെ. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂ ഹോം വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? ലവ് യു ബോത്ത്. ലവ് യു ടു. ഓക്കെ, അതൊന്നും നല്ല പ്ലാൻ കേട്ടാ. അതൊക്കെ പിന്നെ വഴിയേ വരൂലേ, അതൊക്കെ കുറെ കഴിഞ്ഞിട്ട്. അത് ഈ ഒരു ഇത് അടുത്ത രണ്ടാമത്തെ സ്റ്റേജിലേക്കുള്ള കാര്യങ്ങളാണ്. 2-3 സ്റ്റേജ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതൊക്കെ നമുക്ക് വഴിയേ പതുക്കെ കാണാം അല്ലേ? ടെക്കണല്ലേ ഉള്ളു കാര്യങ്ങള്. അതെ. പിന്നെ ഹസ്ബൻഡിന് എന്താണ് ജോബ്? പറഞ്ഞു കൊടുക്കട്ടെ. ജോബ് ഞാൻ ഫോട്ടോഗ്രാഫറാണ്, വീഡിയോഗ്രാഫറാണ്, വെഡ്ഡിങ് ആണ് കൂടുതൽ എടുക്കണത്. പിന്നെ ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടെ എടുക്കുന്നുണ്ട്. ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കാലമാണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ നല്ലോണം ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആഡുകളായാലും ഇപ്പം കല്യാണ വർക്ക്, പിന്നെ എന്തായി കുട്ടികളുടെ ഷൂട്ട്, എന്ത് വർക്ക്, ബേബി ഷൂട്ട്, ഇപ്പൊ കാറിന്റെ ഇതില്ലേ, ഡെലിവറി, അങ്ങനെ കാര്യങ്ങള്, എന്ത് വീഡിയോ സംബന്ധമായ നല്ല വർക്കുകളൊക്കെ വിളിച്ച് ഞങ്ങൾ നമ്മൾ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നൊന്നുമില്ല, ജസ്റ്റ് ഫോർ ഫോക്കസ് വെഡിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിംഗും. എല്ലാ ഫങ്ഷൻസ് എടുക്കുന്നുണ്ട്. വളകാപ്പ്, പേരിടൽ ചടങ്ങ്, പിന്നെ അങ്ങനെ കുറെ എല്ലാം. അപ്പോൾ വീഡിയോഗ്രാഫറാണ് മെയിനായിട്ട്. ആൽബം ഉണ്ട്, നമുക്ക് ആൽബം വർക്കിംഗ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, എഡിറ്റിംഗ്, കുറെ കാര്യങ്ങളുണ്ട്. ജോബ് അതാണ് കേട്ടോ. അതെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞനെ, ഞാൻ എല്ലാ വ്ലോഗും കാണാറുണ്ട്. താങ്ക് യു. ഫാത്തിമ. താങ്ക് യു. നമ്മളെ ഇഷ്ടം എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടാ, അല്ലേ? അതെ.
ഭയങ്കര ഹാപ്പിയാ. കാരണം ഈ പുറത്തൊക്കെ പോകുമ്പോഴല്ലേ ആ കുറെ പേര് വരലും സംസാരിക്കലും അതൊക്കെ വേറെ അത് നമ്മൾ കാണുമ്പോഴേ ചിലവര് നമ്മളെ ഭയങ്കരമായിട്ട് അവരെ വീട്ടിലത്തെ ഒരാൾക്കാരെ എന്ത് സ്നേഹിച്ച് സംസാരിക്കട്ടോ. അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും എന്താണ് ഇങ്ങനെയുള്ള അത്രയും സ്നേഹം. അപ്പം നമുക്ക് ഭയങ്കര നമുക്ക് വീഡിയോ എടുക്കാനുള്ള എനർജിയാണ് കേട്ടോ അതൊക്കെ. പിന്നെയും വീഡിയോ എടുത്ത് വീഡിയോസ് കാണുമ്പോൾ നമ്മളോട് നല്ല അഭിപ്രായം പറയുമ്പോൾ ഒക്കെ അത് നമുക്ക് ഭയങ്കര എനർജി തരുന്ന ഒരു കാര്യങ്ങളാണ്. അതെ, ഈ പുറത്ത് പോകുമ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ നമ്മളെ ബിഹേവ് ചെയ്യണത് ഭയങ്കര പൊളി. വേറെ നമ്മൾ തിരിച്ചും ആരും മടിയൊന്നും കാണിക്കണ്ട. ചിലവർ പറയണതൊക്കെ ഇന്ന് കഴിഞ്ഞ ക്രിസ്മസ് ഈ ന്യൂ ഇയറിന് പോയപ്പോൾ വന്ന് സംസാരിക്കാനും എന്തോ ഒരു മടി. പിന്നെ ചില കമന്റ്സ് കാണട്ടെ നമ്മൾ എവിടെ പോയി വന്നാൽ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടായി പിന്നെ നിങ്ങൾ സംസാരിക്കാൻ വന്ന ജാടയായിട്ട് മിണ്ടാണ്ടിരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. ഞങ്ങൾക്ക് സത്യം പറഞ്ഞൊരു ജാടയില്ല. പിന്നെ ചിലവർ പറയാറുണ്ട് ഞങ്ങൾക്ക് നാണം കൊണ്ടാണ് സംസാരിക്കാനെന്ന്. പക്ഷെ എല്ലാരും വന്നോളൂ, നമുക്ക് അങ്ങനെ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ. എല്ലാരും വന്നോളോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മ കാണില്ല ചിലപ്പോൾ സംസാരിച്ചെടുക്ക. ചിലപ്പോഴൊക്കെ പറയാറുണ്ട് നിങ്ങള് കണ്ടു ചിരിച്ചില്ല എന്നൊക്കെ. ചിലപ്പോൾ നമ്മൾ വേറൊരു മൈൻഡിലാവും. ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ, അതായിരിക്കും. പിന്നെ നമ്മൾ നീ നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് നടക്കണ ചിലപ്പോൾ കാണാണ്ടായിരിക്കും. കണ്ടവരോടൊക്കെ ഞങ്ങൾ ചിരിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. സത്യം പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ ഞാനാന്ന് എനിക്ക് തോന്നണില്ല, വേറെ ഏതൊരു സൗണ്ടായിട്ട് എനിക്ക് തോന്നണേ. എന്നും ഇതുപോലെ എല്ലാവരുമായി സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ലവ് യു ആൾ. പ്രിയ മോഹൻ എന്നുള്ളൊരു അതന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇന്നും നല്ല സന്തോഷ സമാധാനമായിട്ട് ജീവിതം മുന്നോട്ട് പോകണം. ഇപ്പൊ എന്തായാലും അടുത്ത മാസം നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണല്ലേ. കുറച്ച് ദിവസം കൂടെ ഉള്ള, ഒരു മാസമുള്ളൂ. കറക്റ്റ് ഒരു മാസം അല്ലേ. സമയങ്ങളൊക്കെ എത്ര പെട്ടെന്നാ പോണേന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. 2025 കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 11 മാസം എന്നൊക്കെ നമ്മൾ തന്നെ പ്രതീക്ഷിക്കണില്ല. ഞാൻ ആലോചിക്കാറുണ്ട് പെട്ടെന്നാണ് ഈ പറഞ്ഞ പോലെ ഒരു വർഷം അങ്ങോട്ട് പോയത്. 2024 ഓഗസ്റ്റിലാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇപ്പൊ 26 നമുക്ക് അത്രയും തോന്നണില്ല ഇത്രയും കൊല്ലം നീങ്ങിപ്പോയെന്ന്. ഞാനിപ്പോ 30 ആയിട്ടില്ല കേട്ടോ. ഒറ്റ ഈ വർഷം 30 ആവുമെന്ന് പറയുമ്പോ എനിക്ക് തന്നെ വിഷമമാണ്. 3 പറയണത് വിഷമിക്കല്ലേ. പക്ഷെ നമ്മ എപ്പോഴും 25 ആണ്. എഴുതി കൊടുക്കുമ്പോ നമ്മുടെ പ്രായം തന്നെ എഴുതി കൊടുക്കണം. കെട്ടിക്കോട്ടെ. ഭയങ്കര കാലുവേദന, കൊതു ഒക്കെ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടാ. ഗോഡ് ബ്ലെസ് യു അച്ചു ആൻഡ് കുഞ്ഞ. ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയറിന്റെ വീഡിയോ എടുക്കാന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ന്യൂ ഇയറിന് ഞങ്ങൾ പറഞ്ഞ പോലെ സത്യം പറഞ്ഞ പുറത്തേക്കൊക്കെ പോയി. പക്ഷെ നമ്മള് എത്ര മണിക്ക് 11 മണിക്ക് 12 മണിക്കൊക്കെ ആണ് കേട്ടോ പുറത്ത് പോയത്. പിന്നെ അമ്മയും അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിട്ട് അമ്പലത്തിൽ കൊടുങ്ങല്ലൂർ അമ്പലത്തേക്കായിട്ട് വന്നിട്ടുണ്ടായി. ഞങ്ങൾ കൊടുങ്ങല്ലൂർ അച്ഛനും അമ്മയൊക്കെ ആയിട്ടൊന്ന് കറങ്ങി. പിന്നെ അവര് പോയതിന്റെ ശേഷമാണ് ഞങ്ങള് കോട്ടപ്പുറത്തും ബീച്ചിലൊക്കെ പോയത്. അതിന് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നു എവിടെ ഞങ്ങൾക്ക് ഏറ്റവും കൊച്ചിയിൽ പോയിട്ട്. സത്യം പറയാലോ ഈ കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം വന്ന 2025 ന്യൂ ഇയറിന് എന്നോട് ഏട്ടൻ പറഞ്ഞാണ് നമുക്ക് പാപ്പാജീനെ കത്തിങ്ങനെ കാണാൻ പോവാന്ന് പറഞ്ഞു ഇല്ലേ. എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. പിന്നെ കല്യാണം കഴിയാത്തതുകൊണ്ട് ഞങ്ങളത് വലിയ ഇതാക്കാണ്ട് വിട്ടു. ഈ കൊല്ലം എന്നെ അപ്പൊ പറഞ്ഞു എന്തായാലും അടുത്ത കൊല്ലം നമ്മൾ എന്തായാലും പോയിരിക്കുന്നു പറഞ്ഞു. ഇതെവിടെ അടുത്ത കൊല്ലം കൊണ്ടുപോകും. ഇതെന്തായാലും അടുത്തെല്ലാം കാണാൻ ഇതിനെന്തായാലും മറുപടി അടുത്തെല്ലാം അറിയാം. എന്തെങ്കിലൊക്കെ ഒരു വള്ളി വന്നിട്ട് ചുറ്റും സത്യതെ. അപ്പൊ അടുത്തത് അച്ചു കുഞ്ഞ ലവ് യു. സിദ്ധു രാജീവ്. വേറെ കാര്യം ചിരിച്ചാണ് കേട്ടാ. കുഞ്ഞും പ്രഗ്നന്റ് ആണോന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ. എന്താണ് പ്രശ്നം? അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. അഡ്വാൻസ് അല്ലാണ്ട് ഇപ്പൊ ഞങ്ങൾ വാങ്ങിക്കും. ശരിക്കും പറഞ്ഞ ന്യൂ ഇയർ കഴിഞ്ഞു. ഹാപ്പി ന്യൂ ഇയർ. അടുത്തത് ഹായ് സുഖമാണോ.
സുഖമായിരിക്കണോ, കുഴപ്പമൊന്നുമില്ല. ചെറിയ ചെറിയ വയ്യായകളും മാത്രമേ ഉള്ളൂ. വിജയനാന്നുള്ളൊരു ചേച്ചിയാണ് അയച്ചേക്കണത്. സുഖമായിരിക്കുന്നു. അടുത്തത് ലവ് ഫ്രം മലപ്പുറം. ഓക്കെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കമന്റ് ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഈ ലവ് ഫ്രം മലപ്പുറം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മിക്ക വീഡിയോയിലും കമന്റ് ഇടുന്ന പേരൊന്നും വായിച്ചേട്ടാ. സർഫുദ്ദീൻ. മിക്ക വീഡിയോയിലും നമുക്ക് ഈ ഒരു കമന്റ് വരാറുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു കമന്റ് അല്ലേ. നമ്മള് എല്ലാം കമന്റ് ഇടണ എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ്. മലപ്പുറം മലപ്പുറം എന്ന് പറയുന്നത് ആ കമന്റ് ഒരു പ്രത്യേകത ലവ് യു ഫ്രം മലപ്പുറം ലവ് ചിഹ്നുണ്ടാവും. അപ്പൊ അത് നമുക്ക് കറക്റ്റ് ഡെയിലി നമ്മുടെ കമന്റ്സിൽ ആദ്യം ഇങ്ങനെ ഉണ്ടാവും. അല്ല അത് മിക്കതിലും വരും. മലപ്പുറത്തൊക്കെ ഭയങ്കര സെറ്റാണ് നമുക്കല്ലേ. പക്ഷെ നമ്മളുണ്ടാവും മലപ്പുറത്ത് പോയിട്ടില്ല ഇതല്ലേ. ഞാൻ പോയിട്ടുണ്ട് കല്യാണത്തിന്. നമ്മളുണ്ടാവും പോയിട്ടില്ല. മലപ്പുറം പോയിട്ട് നമ്മ അവിടെ പോയതോ മലപ്പുറം പോയിട്ടാ പോയിട്ടുണ്ട്, മറന്നതാ. അടുത്തത് ഇപ്പോൾ ചേച്ചിയുടെ ലൈഫ് എങ്ങനെ പോകുന്നു? ഹാപ്പി ആണോ? ഇപ്പോൾ ഹെൽത്തൊക്കെ ഓക്കെ ആയോ ചേച്ചി? ഒരുപാട് ഇഷ്ടമാണ്. ചേച്ചിയും ചേട്ടനും ഹാപ്പി ആയിട്ടിരിക്കൂ. അജ്ന മരിയ. ഹെൽത്തൊക്കെ ഓക്കെയാന്ന് വെച്ചാൽ ഈ ചുമ പനി അങ്ങനത്തെ കാര്യങ്ങളിൽ ഇപ്പോൾ പ്രശ്നങ്ങളുണ്ട്. പീക്സ് കൂടിയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഈ പനി, ചുമ, ചെവി അടച്ചിൽ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്തായാലും ഒന്നുകൂടി കാണിക്കണം അടുത്ത മാസം. എന്തായാലും ഏകദേശം അത് ശരിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള മാറ്റങ്ങൾ നമുക്ക് തോന്നുന്നുണ്ട്. ഡോക്ടറെ കാണിച്ചിട്ട് അറിഞ്ഞിട്ടില്ല മാറ്റം. പക്ഷേ നല്ല ഇതായിരുന്നു മരുന്ന് അല്ലേ. എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു. കൃത്യമായിട്ട് ചേഞ്ചസ് മനസ്സിലായി. പീരിയഡ്സ് ഒന്നും റെഗുലർ ആയിരുന്നില്ല, അതൊക്കെ ഇപ്പൊ കറക്റ്റായി. അപ്പൊ തന്നെ നമുക്ക് ആ മരുന്നിന്റെ ഗുണം അറിയാമല്ലോ. അടുത്തത് ഹായ് കുഞ്ഞ, എന്തുണ്ട് വിശേഷം? സുഖമാണോ? മിഥുൻ സുഖമായിട്ടിരിക്കുന്നു. അടുത്തത് അമ്മ വെറുതെ പോയതാണ് അച്ഛൻ്റെ അടുത്തേക്ക്. വെറുതെ പോയതാണ്, വിസിറ്റിങ്ങിന് പോയതാണ്. അടുത്തത് നിങ്ങളുടെ ഇടയിൽ അതായത് കുഞ്ഞിൻ്റെ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആയോ? പ്രശ്നങ്ങളൊക്കെ മാറി. ഇപ്പോഴത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ, അതുകൊണ്ടായിരിക്കും. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറി സന്തോഷമായിട്ട് പോകും. അല്ല വേറൊന്നല്ല, കുറേ നാളുകൾക്ക് ശേഷം കുറേ അല്ലേ പ്രശ്നങ്ങൾ ഉണ്ടായത് നമ്മളെ ഡെയിലി, അതൊക്കെ മാറിപ്പോ ഫ്രീ ആണ്. അതുകൊണ്ടാണ് മൈൻഡ് നല്ല ഫ്രീ ആയിട്ട്. എൻ്റെ ഫ്രീ ആയി. ഭയങ്കര വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതൊക്കെ മാറിപ്പോ നല്ല ഫ്രീ ആണ്. ഇപ്പൊ നമുക്ക് നല്ലൊരു ഹാപ്പിയാണ്. ഉണ്ണിയാളെ വിളിക്കലും അച്ഛനമ്മേനെ വിളിക്കലും ചേച്ചിനെയും കാർത്തൂനെയും ചേട്ടനൊക്കെ വിളിക്കുമ്പോൾ ഒരു സമാധാനം. നല്ല അടിപൊളിയായിട്ട് പോണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവർ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് ഗൾഫിൽ പോയി. ഇവർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഞങ്ങൾ മാത്രം ഇവിടെ ഉള്ളൂ. അല്ല അത് എനിക്ക് തോന്നുന്നു കുറേ പേര് ചോദിച്ചതിന് റിപ്ലൈ കൊടുത്താണ്. നമ്മള് ഇപ്പൊ രണ്ടാളും ഒറ്റയ്ക്കാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പൊന്നു ചേച്ചിയുടെ ഫാമിലി ആയിട്ട് എന്താണ് പ്രോബ്ലം? ഒരു പ്രോബ്ലം ഇല്ല. അത് ചിലപ്പോ കാണാത്ത ന്യൂ ഇയറിന്റെ വീഡിയോ കണ്ടാ മതി അല്ലേ. അടിപൊളിയല്ലേ? ന്യൂ ഇയർ അല്ല, തെറ്റി പറഞ്ഞ ക്രിസ്മസ് എങ്ങനെയുണ്ടായി? ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിരുന്നു. ന്യൂ ഇയറിന് എന്നിട്ട് അവര് വന്നിട്ടുണ്ടായി രാത്രി. അപ്പൊ ഞങ്ങൾ കുറച്ചൊക്കെ കൊടുങ്ങല്ലൂർ കറങ്ങി. ആ ടൈമായിരുന്നു നമ്മൾ അടിപൊളി ചെയ്യുന്നല്ലേ. സെറ്റായിരുന്നു. അതായത് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഷെബിനൊക്കെ എത്ര വൈബാന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങള് മൂന്നാറൊക്കെ പോയി അടിച്ചു പൊളിച്ച്. സത്യം പറഞ്ഞ സൗണ്ടൊക്കെ പോയെങ്കിലും അതൊക്കെ ഒരു 3-4 ദിവസം ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ക്രിസ്മസ് തലേന്ന് തുടങ്ങി ഞങ്ങള് പരിപാടികൾ തുടങ്ങി. പിറ്റേ ദിവസം ഒക്കെ അടിപൊളിയായിട്ട് പൊന്നേച്ചിട്ട് നല്ല നല്ല സൂപ്പർ ഫുഡൊക്കെ കഴിച്ചു. അമ്മയുടെയും പൊന്നേച്ചിട്ട് അല്ലേ. നല്ല അടിപൊളി ഫുഡ് അല്ല ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാരും കാണുന്നതാണല്ലോ. ഈ
ആ കുഞ്ഞിന്റെ അമ്മ നല്ലോണം കുക്കിങ്. പക്ഷെ പൊന്നേച്ചിയുടെ ഫുഡുകൾ അങ്ങനെ ഏട്ടന് കഴിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടായില്ല. അപ്പൊ പൊന്നേച്ചിയുടെ ബീഫൊക്കെ അടിപൊളിയല്ലായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പൊ പൊന്നേച്ചിയുടെ ഫുഡൊക്കെ രണ്ടാളും ഒരേ നല്ല ഇതാണല്ലോ. കുഞ്ഞ് പറയാറുണ്ട് നല്ല ഭയങ്കര ടേസ്റ്റ് ആണ്, അങ്ങനെയാണ് പറയാറുണ്ട്. പിന്നെ ടേസ്റ്റ് മാത്രല്ല അവര് പെട്ടെന്നെല്ലാം ചെയ്യും. പെട്ടെന്ന് ചെയ്യും. പക്ഷെ ശരിയായിട്ടാ നല്ല രസമാണ്. കറികളും ഫുഡൊക്കെ അടിപൊളിയാണ്, നല്ല രസമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കൊടുത്തയച്ചിരുന്നു മറ്റേ മാമ്പഴ പുളിശ്ശേരി കൊടുത്തയച്ചിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ കൊറേ നാളായി കഴിച്ചിട്ട് നമുക്ക് വേണ്ടി മാമ്പഴം. അമ്മ കല്യാണം കഴിഞ്ഞ സമയത്ത് അമ്മ എവിടെ പോയി കിട്ടിയ മാമ്പഴമായിരുന്നു. അപ്പൊ അമ്മ എന്തെങ്കിലും കുഞ്ഞ് വരുമോ എന്ന് വെച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നാണ്. അപ്പൊ നമ്മള് പോയപ്പോ അമ്മ ഉണ്ടാക്കി തന്നിട്ടത്. സൂപ്പർ. എന്തായാലും പോയിട്ടുണ്ടെ എനിക്ക് പറഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ മതിയോ എന്ന് പറയുമ്പോഴേക്കും. അപ്പൊ ഏട്ടന് ഇഷ്ടമുള്ള അവിടെ പോയി കഴിഞ്ഞാൽ ഏട്ടന് ഇഷ്ടമുള്ളതൊക്കെ ചോദിച്ചമ്മ ഉണ്ടാക്കാറ്. കൂടുതൽ ചപ്പാത്തി ഒക്കെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കൊടുക്കൂട്ടാ അല്ലേ? മതിന്ന് പറഞ്ഞാലും രണ്ടെണ്ണം എക്സ്ട്രാ ഇടും. വേറെ വീർത്ത് ഗുണക്കനും ഗുണിക്കായാലും ചേട്ടനെ സ്നേഹിച്ചോണ്ടിരിക്കല്ലോ. അവരാണെങ്കിലും ചേട്ടന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീറ്റിക്കുക. അവർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുത്താലും അത് നേരെ കൊണ്ടുവന്ന് ചേട്ടന്റെ വായിൽ കൊണ്ട് വെക്കിട്ടവര്. പിള്ളേരെ സ്നേഹം അടിപൊളിയാണ്. മുന്നത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിള്ളേരുടെ സ്നേഹം വേറെ ലെവലാണ്, അടിപൊളിയാണ്. ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഈ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളൊന്നും ഇപ്പൊ നമ്മ ആലോചിക്കേ പറയേ ഇതൊന്നും ചെയ്യണില്ല. കാരണം നമ്മളെ പ്രോബ്ലംസ് ഇനി വീണ്ടും എടുത്തേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല, നമ്മൾ സമാധാനം പോയി ചില കമന്റ്സ് കാണാം, നിങ്ങൾ ആ കാര്യം ആലോചിക്കണം, ചില കമന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്തിനാണ് ചുമ്മാ ചൊറിയാൻ വേണ്ടി അയക്കണതായിരിക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, എങ്ങനെയായാലും നമ്മള് ഫാമിലി ആകുമ്പോൾ എല്ലാം പ്രശ്നങ്ങളും ഒത്തുതീർപ്പായി സമാധാനമായി നമ്മൾ പോകുമ്പോൾ നമുക്ക് പിന്നെ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. പിന്നെ അങ്ങനെ കമന്റ്സ് ഒന്നും ഇട്ടിട്ട് കാര്യമില്ല. അത് നമ്മുടെ നെഗറ്റീവ്സ് കുറച്ച്, അതാ ഞാൻ പറയാനുള്ളൂ. പക്ഷെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവര് കുറേ പേരുണ്ട്, കുറേ പേര് ഇഷ്ടം പോലെ. എനിക്ക് തോന്നുന്നു കമന്റ് ഫുൾ എന്റെ പേരായിരുന്നു. അച്ഛൻ അങ്ങനെ കുറെ കമന്റ്സ് കണ്ടിട്ട് അച്ഛൻ നല്ല മോനാണ്, അച്ഛൻ നല്ല അങ്ങനെ കുറെ കമന്റ്സ് കണ്ടു. സത്യാണ്. മരോ എന്തോ മലൊക്കെ വരില്ല ഇങ്ങനെ തല അത് ജന്മമരം. പക്ഷെ എന്റെ ഏട്ടൻ സൂപ്പറാണ് കേട്ടാ. ആവട്ടെ. അല്ല, സത്യം പറഞ്ഞ ഏട്ടനെ എനിക്ക് പറയാനുള്ളത് എന്നെ മനസ്സിലാക്കണ എന്റെ ഭർത്താവാണ് അല്ലേ. എന്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായി നിൽക്കുന്നത് ഏട്ടനാണ്. ഏട്ടന്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായി നിൽക്കുന്നത് ഞാനുമാണ് അല്ലേ. അത് പറഞ്ഞ പോലെ ഇതൊന്നും കുറെ നെഗറ്റീവ് വായിക്കാത്ത വേറെ ഒന്നും താല്പര്യമില്ല. നമുക്ക് നെഗറ്റീവുകളൊന്നും എടുത്തിട്ട് താല്പര്യമില്ല. ഇപ്പൊ നെഗറ്റീവ് ഇടണവരെന്ന് ആലോചിക്കുക, അവർക്കും ഇതുപോലെ തന്നെ സിറ്റുവേഷൻസ് വരുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുക അതിന്റെ റിയാലിറ്റി എന്താണെന്നല്ലേ. അപ്പൊ എനിക്കൊരു സിറ്റുവേഷൻ ഉണ്ടായി, അപ്പൊ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി കുറെ കാര്യങ്ങള് പാഠങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പൊ എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ. ഇതിനും വലിയ കാര്യങ്ങളൊക്കെ നടന്നു പോയിട്ടുള്ള ആൾക്കാരുകളുണ്ട്, എന്നിട്ടും നിൽക്കണവരുണ്ട് എന്തോരം പേര്. എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് പേരുണ്ട്. കുറെ 3-4 മാസത്തോളം പിണങ്ങിക്ക് 4 വർഷത്തോളം പിണങ്ങി ഇരുന്നിട്ട് വീണ്ടും കൂടുന്നവരുണ്ട്. പക്ഷെ ഞങ്ങളതുപോലെ തന്നെ ഒരു മനുഷ്യരാണല്ലോ. ഞങ്ങൾ ഈ പറഞ്ഞ കിളികളോ അതോ മൃഗങ്ങളോ ഒന്നല്ല, ഇലകളോ അല്ല. അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമില്ല, ഞങ്ങൾ രണ്ടാളും നല്ല ഹാപ്പി ആയിട്ട് പോണ സമയമാണ്. ഹാപ്പിനെസിന്റെ കാര്യമൊക്കെ ഞങ്ങൾ പറയാന്ന് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വേറെ ഒന്നും നെഗറ്റീവുകളായിട്ട് ഒരു മൈൻഡ് ചിന്തിക്കാൻ ടൈം പോലുമില്ല. സത്യം പറഞ്ഞ നെഗറ്റീവ് ചിന്തിക്കാൻ സമയം പോലുമില്ല നമുക്ക്. നമ്മൾ ഫുൾ ഓട്ടത്തിലാണ്. നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് കേട്ടോ. കുറച്ച് പേരുള്ളൂ നെഗറ്റീവ് ഇതിൽ കണ്ടത്. അത് പിന്നെ എന്തൊരു കാര്യത്തിലും നെഗറ്റീവ് ഇടുന്നവര് നെഗറ്റീവ് തന്നെ ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കാര്യങ്ങളിൽ പോവാ, നല്ല രീതിയിൽ ലൈഫ് ഉണ്ടാവും. പിണക്കങ്ങളും അല്ലേ, ഞങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് സൗന്ദര്യ പിണക്കങ്ങളും. തല്ലുണ്ടാക്കാറുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിണക്കം മാറ്റാറുണ്ട്. ഞങ്ങളുടെ പിണക്കങ്ങൾ ഞങ്ങൾ നീട്ടി കൊണ്ടുപോകാറില്ല. ചില ടൈമിലൊക്കെ ഭയങ്കര തല്ലുകൊടുത്തങ്ങൾ വരാറുണ്ട്.
അതെന്താന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നാൾ അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ചത്. എന്താന്ന് ഒരു മനസ്സിന് ഒരു അല്ലേ. അല്ല കാര്യം ഞങ്ങൾക്കായിട്ട് ഒരു കാര്യങ്ങളില്ലാണ്ട് ചെറിയ തല്ലോട്ടാൻ വന്നത് അതെന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും. അതൊക്കെ നമ്മുടെ ലൈഫിന് അതെന്തായാലും ഇപ്പൊ മാറ്റിയെടുത്തിട്ടുണ്ട്. അതൊക്കെ മാറ്റിയെടുത്ത് ഞങ്ങൾക്ക് അത് ഞങ്ങളെ കുറ്റം കൊണ്ടല്ലാതെ ഞങ്ങൾക്ക് മനസ്സിലായി. ആ പ്രശ്നങ്ങൾ എന്തായാലും നമ്മള് ഫുള്ളായി തുടച്ച് നീക്കി കളഞ്ഞു. ഞാൻ പ്രശ്നം ഉണ്ടാവില്ല അതന്നെ. അപ്പൊ അങ്ങനെ സത്യം പറഞ്ഞ അധികം സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ചുമ എനിക്കൊരു പിടുത്തുണ്ട്, ഒരു കോൾഡിന്റെ ഒരു എന്തായാലും വരും. എൻ്റെ കൂടെ നടന്ന് എന്തായാലും ഏട്ടന് വരും. എനിക്കാണെങ്കിൽ ഇന്നലെ രാത്രിയൊക്കെ ഒരു മണിക്കൂറത്തോളം ഞാൻ ചുമച്ചിട്ട് ഉറങ്ങിയിട്ടില്ല. ഏട്ടനാണ് ക്ഷീണത്തോടെ ഉറങ്ങിപ്പോയി. അവസാനം ഞാൻ പുറത്ത് വന്ന് ഇവിടെ വന്നിട്ട് മരുന്നൊക്കെ എടുത്ത് കുടിച്ചിട്ടാണ് ഒന്ന് ഉറങ്ങിയത്. എനിക്ക് തോന്നുന്നു കാർത്തൂനെ പൊന്നിച്ച് പ്രഗ്നൻ്റ് ആയിരിക്കും ഇതേപോലെ ഒരു ചുമ വന്നിട്ടാ. അതേ സെയിം ചുമയാണ് എനിക്കിപ്പോൾ വന്നിക്കുന്നത്. ഒരു തൊണ്ടയിൽ പൊടി പോയ പോലെ. അത് കൂടുതൽ നമുക്ക് വരുന്നത് നൈറ്റ്. ഞാൻ നിൽക്കൂല, ഛർദ്ദിക്കണ അവസ്ഥ വരെ എത്തും. നമ്മുടെ മുഖമൊക്കെ ചോക്കും. എന്നാണ് ഞാൻ തുപ്പിയപ്പോൾ ചോര വന്നത്, തൊണ്ടൊക്കെ പൊട്ടിയിട്ട് ചുമച്ചിട്ട്. അങ്ങനത്തെ ഒരു ചുമയാണ്. ഇന്നലെ പോയത് ഞാൻ അറിഞ്ഞില്ല. രാത്രി ആയിട്ടൊന്നും അറിഞ്ഞില്ല. ഭയങ്കര ഉറക്കമായിരുന്നു. ഞാൻ പിന്നെ വിളിക്കാനും നിന്നില്ല. നല്ല ടയേർഡ് ഉണ്ടായിരുന്നു ഞാൻ. ഒന്നാമത് വർക്കുണ്ടായിരുന്നു. ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് എത്തുമ്പോൾ നേരായി. ഞങ്ങൾ രണ്ടാം കൂടി എറണാകുളത്ത് വർക്കിന് പോയിട്ട് നമ്മളെപ്പോ പോയതാ? രാവിലെ 9 മണിയാകുമ്പോൾ പോയിട്ട് രാത്രി 10:30 ഇവിടെ എത്തിയപ്പോ നല്ല ബ്ലോക്ക് ആയിരുന്നു എറണാകുളത്ത് കിട്ടിയിരുന്നത്. അത്യാവശ്യം നല്ല ബ്ലോക്കും പിന്നെ വർക്കും എല്ലാം കൂടെ ഒരു ടയേർഡായിരുന്നു. അതിന് മുന്നത്തുള്ള കുറച്ച് ഓട്ടങ്ങൾ അടുപ്പിച്ചാണ് വന്നത്. സത്യം പറഞ്ഞാൽ ഏട്ടന് ഇങ്ങനെ ഓടി ശീലമില്ല, അതുണ്ട് കാര്യം. ഏട്ടൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്നിട്ട് ഇത്ര ഓട്ടം നടന്നിട്ട് ശീലമില്ല. ഏട്ടൻ ഒരു ദിവസം എങ്കിലും പോയി ഒരു ദിവസം റെസ്റ്റ് എടുക്കലാണ് വേണ്ടത്. അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ റെസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ അതിലേക്ക് ആയിട്ട് ശരിയായി. ഇപ്പൊ ഇഷ്ടായി. ഞാനിപ്പോ നാളെ കാലത്ത് സത്യം പറഞ്ഞപ്പോ ഞങ്ങക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ലാണ്ടായി. നമ്മള് ഇന്നിപ്പോ ഞാൻ വീട്ടിലിരുന്നപ്പോഴും ഫുള്ള് കാര്യങ്ങൾ വീട്ടിലെല്ലാം ചെയ്തിട്ട് എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ചെയ്ത് നടക്കണം. ഇന്ന് കൊറേ 2-3 വട്ടം വാഷിംഗ് മെഷീനിൽ തുണിയിട്ട് കഴുകല്, പിന്നെ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കല്, അല്ലാടും ഭയങ്കരമായിട്ട് അടിച്ചു തുടക്കലാണ്. സാധാ അടിച്ചു തുടക്കുന്ന പോലെ അല്ലാതെ വൃത്തിയാക്കി കിച്ചണൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട്. എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട് വീട്ടിലില്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. തുണിയൊന്നും കഴുകിയിടാൻ പോലും പറ്റിയിരുന്നില്ല. ഒക്കെ ഇന്നാണ് ചെയ്തത്. ഫുള്ള് കാറിന്റെ കോലം വേറെ. ഹീറോ ഞങ്ങള് രാവിലെ ഒരു 8:30 തുടങ്ങിയ പണിയാണ് കേട്ടാ. ഏകദേശം നേരായി. പിന്നെ അതിന്റെ ഇടയിൽ പുറത്തേക്കും പോകുമ്പോഴൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പണി. എനിക്ക് ഫേവറേറ്റ് ഞങ്ങളവിടെ പയർന്ന് പറയും, പച്ചപ്പയറ്. അതൊക്കെ ഉണ്ടാക്കി, പരിപ്പ് കാച്ചത് ഉണ്ടാക്കി, അങ്ങനെ ചമ്മന്തി. വീഡിയോ അങ്ങനത്തെ വീഡിയോ എടുത്തിട്ടില്ലല്ലേ? എടുത്തിട്ടില്ല. സത്യം പറഞ്ഞ എന്നോട് നാളൊരു ചേച്ചി കണ്ടപ്പോ പറഞ്ഞു കുഞ്ഞിന്റെ കുക്കിംഗ് ഒക്കെ കാണാനുള്ള വീഡിയോയില് പറഞ്ഞു. സത്യം പറഞ്ഞ കുക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ വീഡിയോ എടുക്കാൻ നല്ലൊരു ടൈം കിട്ടിയിട്ടുണ്ടായില്ല. അത് ഞാൻ കഴിച്ച അപ്പൊ തന്നെ പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് വീഡിയോ എടുക്കാനുള്ള ഇതില്ല, ഞങ്ങൾ വേറെ തിരക്കിലാണ്. അപ്പൊ ഇനി എന്തായാലും ഒരു ദിവസം വീട്ടിലത്തെ ഡേ മൈ ലൈഫ് എടുക്കാട്ടോ, കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഇന്ന് പറഞ്ഞ പോലെ ഇന്ന് വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ കാര്യങ്ങള് നോക്കണ്ടായിരുന്നു, പ്രൊമോഷൻ ഉണ്ടായിരുന്നു. നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ പണി ഇപ്പൊ നമ്മുടെ 2 മണിക്കൂറിന്റെ തീരുന്ന പണിയാണ് 4 മണിക്കൂറോ എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനുള്ള ടൈം കൂടി പോകല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ ഫുള്ള് പണിയിലേക്ക് മാത്രം നോക്കി നിന്നിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് വീഡിയോ എടുക്കണ്ട, നമുക്ക് കുറേ കാര്യങ്ങൾ ഇന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ എന്താ വെച്ചാല് നാളെ തൊട്ട് ഒരു 6 ദിവസം ഇതേപോലെ ഒരു ഓട്ടം തന്നെ. രാത്രി വീട്ടിൽ വന്ന് കയറുന്ന ഒരു സിറ്റുവേഷൻ ആവും. അപ്പൊ എന്തായാലും നല്ല ഓട്ടം ഉണ്ട്. അതിനിടയിൽ ഗുരുവായൂർ അമ്പലത്തിൽ പോകണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. വേണമെങ്കിൽ അതൊരു വ്ലോഗായിട്ട് എടുക്കാം. എന്തായാലും അമ്പലത്തിൽ പോകുമ്പോ വീഡിയോ, അമ്പലത്തിൽ പോണതും കുഞ്ഞിന്റെ അമ്മയൊക്കെ വരുന്നുണ്ട്, അമ്മോടൊക്കെ വിളിക്കണം. പറ്റുന്നില്ലേ? എന്തായാലും അമ്മയ്ക്ക് അത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. 8-13 കിലോമീറ്റർ ഉള്ളൊരു ഞങ്ങൾക്ക് ഗുരുവായൂർക്ക്. അപ്പൊ അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു ആഴ്ച കുറച്ച് തിരക്കായിരിക്കും. അതാണ് അല്ലേ? വീഡിയോസ് കറക്റ്റ് ആയിട്ട് ഇടൂട്ടാ. കാരണം ഗുരുവായൂർ പോണ വീഡിയോ ഒക്കെ എന്തായാലും വരും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു സ്വപ്നം
നടക്കാൻ പോകുന്നുണ്ട്, അല്ല നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ സ്വപ്നം എന്നൊക്കെ പറയാം. അത് റിവീൽ ചെയ്യും. കൈ കൊണ്ടാണെങ്കിൽ തെറ്റിരിക്കരുത്. എന്താണ് വിചാരിക്കരുത്. എന്തായാലും എത്രയും പെട്ടെന്ന് റിവീൽ ചെയ്യും. തീർച്ചയായിട്ടും. അപ്പൊ പോവാൻ വെച്ചാല് ഞങ്ങക്ക് പുറത്തിറങ്ങണം. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഇങ്ങടൊക്കെ നോക്കിയത് എനിക്കറിയില്ല, ക്യാമറ ഇങ്ങനെ ലോങ് ആയതുകൊണ്ട് നോട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ അത് ഇരുട്ടായി. അപ്പൊ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ വെളിച്ചം അത്ര കിട്ടാത്തോണ്ടാണ് ഞങ്ങ തിരിച്ചു വെച്ചേക്കണത്. സോറി ചുമക്കണേന് പിടിച്ചേക്കാൻ. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് നല്ല വീഡിയോ ആയിട്ട് വരാം. ഇന്നത്തെ വീഡിയോ എത്രയോളം ബൈ.